യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് തകർച്ചയുടെ ആഴത്തിലേക്ക് താൻ നീങ്ങിയപ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്, യെറ്റ് ഇൻ മൈ ബോഡി ഷാൾ ഡിസ്ട്രോയ്, ഐ ഷാൾ സീ ഗോഡ് ഇൻ മൈ ഫ്ലഷ്. എന്താ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം, ആമേ സ്തോത്രം, എൻ്റെ ഈ ആമേ വ്രണങ്ങളുള്ള ശരീരം ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും, എൻ്റെ ദൈവത്തെ കാണും. ആമേ കഷ്ടത നമ്മളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, വേദനകൾ നമ്മളെ ഒതുക്കി കളയാൻ വേണ്ടിയിട്ടല്ല, കഷ്ടതകളുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. കഷ്ടം വരുന്നത് എന്തിനാണ് അയ്യോ മക്കളെ? രോഗം വരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ കൊണ്ട് കൂടുതൽ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാ സങ്കീർത്തനക്കാരൻ പറ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായത് എനിക്ക് എന്തായി? എല്ലാവരും കൂടി പറഞ്ഞ്, ഇറ്റ് ഈസ് ബെറ്റർ ഫോർ മീ. എനിക്ക് എന്തായി? ഗുണമായി. രോഗം വന്നത് കരമുയർത്തി പറ, എനിക്ക് ഗുണമായി. കടഭാരം വന്നത് എനിക്ക് ഗുണമായി. എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നത് എനിക്ക് ദോഷമായില്ല, എനിക്ക് ഗുണമായി. എൻ്റെ ജീവിതത്തിൽ തിന്മയായി സംഭവിച്ചതെല്ലാം എൻ്റെ ദൈവം നന്മയ്ക്കായി മാറ്റുകയാണ്.